എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുംബൈ മഹാരാഷ്ട്രയിലുള്ള കൊർലൈ ഫോർട്ടിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ ഈ കൊർലൈ ഫോർട്ടിലേക്ക് എത്തിച്ചേരാൻ കോട്ടയിൽ നിന്ന് 42 കിലോമീറ്റർ അകലെയുള്ള റോഹയിലാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ റോഡ് വഴി എത്താനാണെങ്കിൽ സ്റ്റേറ്റ് ഹൈവേ 104 വഴി മുംബൈയിൽ നിന്ന് 117 കിലോമീറ്ററും അലിബാഗിൽ നിന്ന് സ്റ്റേറ്റ് ഹൈവേ 91 വഴി 24 കിലോമീറ്ററും തെക്കായി കൊർലായി സ്ഥിതി ചെയ്യുന്നു. ഈ ഗ്രാമത്തിൻ്റെ അകത്തൂടെ വേണം നമുക്ക് കൊർലൈ ഫോർട്ടിലേക്ക് എത്തിച്ചേരുവാൻ. അപ്പം ഇതിലേ പോകുമ്പോഴത്തേക്കിലും ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ ജീവിതശൈലിയും ഒക്കെ കാണുവാൻ സാധിക്കും. ഇവിടുത്തെ വീടുകളുടെ ഒക്കെ കൺസ്ട്രക്ഷൻ സ്റ്റൈല് കണ്ടോ. അപ്പം ഇങ്ങോട്ടൊക്കെ വീടുകൾ ഇങ്ങനെയാണ് പണിതിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ ഉപജീവന മാർഗവും മത്സ്യബന്ധനം ഒക്കെയാണ്. ये बोट पे राइट मिल सकता है क्या? जा सकते हैं हम लोग बोट पे? कितना रहता है? एक बोट में आ जाएंगे सब लोग, घुमा के ले आएगा. हम लोग है 30 आदमी है. कितना लोग रुपये लेंगे? घुमा के ले आएगा. कहाँ ले? ഈ ഗ്രാമത്തിൽ ഇപ്പോഴും പോർച്ചുഗീസ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. ഈ സ്ഥലം സന്ദർശിക്കുവാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം മഴക്കാലം കഴിഞ്ഞുള്ളതാണ്. അങ്ങിങ്ങായി തളിർത്തു നിൽക്കുന്ന പുല്ലുകളും നിറങ്ങളാൽ തിളങ്ങുന്ന ആകാശവും കടലിൻ്റെ കാഴ്ചകളും മേഘങ്ങളും അതുപോലെ ഇവിടുത്തെ ആൾക്കാരുടെ ഉപജീവന മാർഗവും ഒക്കെ കാണുവാൻ സാധിക്കും. സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ് ഇവിടേക്ക് യാത്ര ഏറ്റവും നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ മീൻ ഉണക്കാൻ ഇട്ടിരിക്കുന്നതൊക്കെ കാണുവാൻ സാധിക്കും. പതിറ്റാണ്ടുകളോളം വിദേശാധിപത്യത്തിന് കീഴിൽ കഴിഞ്ഞതിൻ്റെ അടയാളങ്ങൾ ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ഇന്നും ബാക്കി കാണുവാൻ സാധിക്കും. വീടിൻ്റെ നിർമ്മിതിയിൽ മുതൽ അടിച്ചിരിക്കുന്ന പെയിന്റിലും വിളമ്പുന്ന ഭക്ഷണത്തിലും വരെ ഇതറിയാം. അടുത്തുള്ള ഇടങ്ങളിൽ മറാത്തിയും കൊങ്കിണിയും ഒക്കെ സംസാര ഭാഷയായിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ പോർച്ചുഗീസ് ഭാഷയെ അതൊന്നും തീരെ ബാധിച്ചിട്ടില്ല എന്ന് വേണം പറയുന്നത്.
हाँ फॉर ഈ കൊർലൈ ഫോർട്ടിലോട്ട് പോകാൻ കുറച്ച് ട്രെക്ക് ചെയ്ത് കുറച്ച് നടന്നൊക്കെ വേണം നമുക്ക് പോകാൻ അവിടെ എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബോർഡ് കാണുവാൻ സാധിക്കും. കൊർലൈ ഫോർട്ട് എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം കറക്റ്റായിട്ട് വഴി ബോർഡൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പോകുവാൻ സാധിക്കും. പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇങ്ങോട്ട് കയറി ചെല്ലുന്ന വഴികൾ അതിമനോഹരമാണ്. കിളികളുടെ ശബ്ദവും ഒക്കെ കേൾക്കുവാൻ സാധിക്കും. കൊർലൈ കോട്ടയ്ക്ക് ചുറ്റുമുള്ള കുന്നിൻ ചരിവുകൾ മഹാരാഷ്ട്ര വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ്. ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലാണ് ഈ കൊർലൈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഫോർട്ട് നിർമ്മിച്ചത് 1521 ഡോം ഫിലിപ്പെ മസ്കരനാസ് എന്ന ആളാണ് ഇത് നിർമ്മിച്ചത്. ഈ ഫോർട്ടിലെ പ്രധാന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ പോകുന്ന വഴി തൊട്ട് പിന്നെ അതുപോലെ തന്നെ കയറി ചെല്ലുന്ന കുറച്ച് സ്റ്റെപ്സ്, അതുപോലെ പ്രധാന കവാടത്തിൻ്റെ മുകളിലുള്ള ലിഖിതം, അതുപോലെ കൊർലൈ കോട്ടയിൽ നിന്ന് കൊർലൈ ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ച, ഇതെല്ലാം കാണാൻ സാധിക്കും. Wow, yeah, beautiful. Beautiful view. पहुंच गया, ज़्यादा दूर नहीं है. Come on. पहुंच गया, ज़्यादा दूर नहीं है. ട്രെക്ക് ചെയ്ത് വരുമ്പോഴുള്ള അതിമനോഹരമായ കാഴ്ചകളും കണ്ട് ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര പീസ്ഫുള്ളാണ്. അതുപോലെ നമുക്ക് ഈ ഫോർട്ടിൻ്റെ അവിടെ അടുക്കാറാകുമ്പോൾ ഈ സ്റ്റെപ്പ് കാണാൻ സാധിക്കും. ഈ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ ഫോർട്ടിലേക്ക് എത്തുന്നത്. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു. सब लोग चढ़ने के टाइम में फोटो